ബേസിൽ ജോസഫ് മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച് ടൊവിനോ തോമസ് നിർമ്മാണം ചെയ്ത ഒരു കോമഡി ത്രില്ലർ മൂവിയാണ് മരണമാസ്. ഈ സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ക്ലിക്കായി നിൽക്കുന്ന ബാബു രാമചന്ദ്രൻ്റെ വല്ലാത്തൊരു കഥ എന്ന എപ്പിസോഡാണ്. ഒരു ബനാന കില്ലറിൻ്റെ കഥയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. 90കളുടെ അവസാനത്തിൽ കുമാരൻ എന്ന് പറയുന്ന ഇൻഷുറൻസ് ഏജന്റിനെ പഴത്തിൽ വിഷം വെച്ച് കൊല്ലുകയും പിന്നീട് അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇവരുടെ 8 വയസ്സുള്ള മകൻ 25 വർഷം കാത്തിരുന്നു പകരം വീട്ടാനായി. ബനാന കില്ലർ എന്ന സീരിയൽ കില്ലറിൻ്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് എന്ന ഇൻട്രൊഡക്ഷനോട് കൂടി ഈ സിനിമ ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ ഒരിക്കലും മറക്കരുതേ. പിന്നെ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയതുകൊണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റുകയില്ല. ആയതിനാൽ സിനിമ കാണാൻ ശ്രമിക്കുക. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ഒരാളെ കസേരയിൽ കെട്ടിവച്ചിരിക്കുന്നതാണ്. മറ്റൊരാൾ കുറച്ച് വാഴപ്പഴവുമായി കയറി വരുന്നതാണ്. കസേരയിൽ ഇരിക്കുന്ന ആൾ ചോദിക്കുന്നു, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ അയാൾ ആ കസേരയിൽ ഇരിക്കുന്ന ആളെ കൊല്ലുകയാണ്. അതിനുശേഷം വാഴപ്പഴവുമായി വന്നയാൾ മരിച്ച ആളുടെ വായിലേക്ക് വാഴപ്പഴം തിരുമ്മി വച്ചു കൊടുക്കുന്നു. ഇതാണ് ആ ബനാന കില്ലർ. പിറ്റേ ദിവസം തന്നെ ന്യൂസ് ചാനലിലെല്ലാം ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയാണ്. 2 ആഴ്ചക്കിടയിൽ ഇത് 2ാമത്തെ കൊലപാതകമാണ് എന്നും 2 കൊലപാതകത്തിലും വാഴപ്പഴം വായിൽ തിരുമിയ രീതിയിലായിരുന്നു എന്നും ന്യൂസിൽ പറയുന്നു. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 പേരും വളരെ വയസ്സായ ആൾക്കാരാണ്. അതായത് ഈ ബനാന കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത് വയസ്സായ ആൾക്കാരെയാണ്. ഈ നാട് എവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകൾ TV-യിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നു. അവിടെ വെച്ച് മീഡിയ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ഈ ബനാന കില്ലറിനെ എപ്പോൾ പിടികൂടും, നമ്മുടെ നാടിൻ്റെ ക്രമസമാധാന നില എപ്പോൾ നിലനിർത്തും എന്നൊക്കെ മറിച്ചും തിരിച്ചുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പറയുകയാണ്, അജയ് രാമചന്ദ്രൻ എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ ബനാന കില്ലറിനെ പിടികൂടുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും കൂടി പരസ്പരം ചോദിക്കുന്നു, ആരാണ് ഈ അജയ് രാമചന്ദ്രൻ? അപ്പോൾ പോലീസുകാർ പരസ്പരം പറയുന്നു, ഈ അജയ് രാമചന്ദ്രൻ ഒരു ഭയങ്കരനായ ഉദ്യോഗസ്ഥനാണ്. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് കയ്യിൽ ഒരു ചെയിനും കറക്കി ഒരാൾ നടന്നു പോകുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അജയ് രാമചന്ദ്രൻ തന്നെയായിരുന്നു. ഈ അജയ് രാമചന്ദ്രൻ നേരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നു. തൻ്റെ കയ്യിലിരുന്ന ചെയിന് ആ മേശപ്പുറത്ത് വച്ചതിന് ശേഷം അജയ് രാമചന്ദ്രൻ സൈക്കാട്രിസ്റ്റിൻ്റെ മുന്നിലിരുന്ന് വിങ്ങി കരയാൻ തുടങ്ങി. കാരണം തൻ്റെ ഇഷ്ട നായയായ പക്രുവിനെ കാണാനില്ല. ഒരു പട്ടിയും ഇല്ലാതിരുന്ന കാലത്ത് ആ പട്ടി മാത്രമേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അജയ് രാമചന്ദ്രൻ ആ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നു. തനിക്ക് ജോലിയിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്നില്ല. ഈ കാണാതായ പട്ടി കാരണമാണ് അജയ് രാമചന്ദ്രൻ്റെ ഗേൾ ഫ്രണ്ട് പോലും കളഞ്ഞിട്ട് പോയത്. ഈ അജയ് രാമചന്ദ്രന് ആ ഡോക്ടർ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി, മറ്റ് പ്രശ്നങ്ങളെല്ലാം ഒഴിവാകുമെന്ന് പറയുന്നു. ഇനി തൻ്റെ ശ്രദ്ധ മുഴുവനും പക്രുവിനെ കണ്ടുപിടിക്കുന്നതിലായിരിക്കുമെന്ന് പറഞ്ഞ് അജയ് രാമചന്ദ്രൻ അവിടെ നിഴിക്കുന്നു. എന്നിട്ട് മേശപ്പുറത്തിരുന്ന് ആ ചെയിൻ എടുക്കുന്നു. ആ ചെയിന് വേറെ ആരുടേതുമായിരുന്നില്ല, പക്രു എന്ന പട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന ചെയിൻ ആയിരുന്നു കേട്ടോ. അവിടെ നിന്നും പുറത്തു വരുന്ന അജയ് രാമചന്ദ്രനെയും കാത്ത് പത്രപ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ ഈ സീരിയൽ കില്ലറിനെ പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ സീരിയൽ കില്ലറിനെ ഉടനെ തന്നെ പിടിക്കുമെന്ന് അജയ് രാമചന്ദ്രൻ പറയുന്നു. ഈ സമയം തന്നെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനവും കൂടി നടത്തുന്നു. ഈ കില്ലറിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാമും പ്രഖ്യാപിക്കുന്നു. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ടൈഗർ എന്ന് പറയുന്ന ഇൻസ്പെക്ടറെയാണ്. അയാൾ പോലീസുകാരുമായി ഒരു വീടിനെ വളഞ്ഞിരിക്കുകയാണ്. അവർക്ക് സംശയമുണ്ട് സീരിയൽ കില്ലർ ഈ വീട്ടിലാണ് ഉള്ളതെന്ന്. അവിടെയുള്ള മൊത്തം നാട്ടുകാരും ഈ വീടിന് ചുറ്റുമുണ്ട് കേട്ടോ. അങ്ങനെ ടൈഗർ എന്ന ഇൻസ്പെക്ടറും പോലീസുകാരും ആ വീടിന് അകത്തേക്ക് കയറുകയാണ്. ഇവിടെയാണ് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് ലൂക്ക്. ലൂക്കിനെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ ഹൈപ്പോട് കൂടിയാണ് ലൂക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെ, വലിയ സ്റ്റൈലോട് കൂടി. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് പോലീസ് ഗോ ബാക്ക് എന്നൊക്കെ. ഈ ലൂക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് കേട്ടോ. ഇയാൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു മെസ്സേജ് ഇട്ടു, ഇവിടെ ആരും സീരിയൽ കില്ലറായി ജനിക്കുന്നില്ല, അവരെ ഈ സമൂഹമാണ് സീരിയൽ കില്ലർ ആക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ലൂക്കിനെ സംശയത്തിൻ്റെ പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൂക്കിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറും ലൂക്കിനെ പഠിപ്പിച്ച അധ്യാപകനും അവിടുത്തെ പല പ്രമാണിമാരും എന്തിന് നാട്ടുകാർ വരെ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ടുണ്ട്, ലൂക്കിനെ വിട്ടയച്ചേ മതിയാകൂ എന്ന് പറഞ്ഞും കൊണ്ട്.
കാരണം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് 16 ലക്ഷം രൂപ പിരിവെടുത്ത് വച്ചിരിക്കുകയാണ് ഈ ലൂക്കിനെ ചെക്കോസ്ലാവിയയിലേക്ക് കയറ്റിവിടാൻ വേണ്ടി. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂക്കിനെ ചെക്കോസ്ലാവിയയിലേക്ക് കയറ്റിവിടാൻ പറ്റില്ലല്ലോ. എന്തിനാണ് ലൂക്കിനെ ഈ നാട്ടിൽ നിന്നും കയറ്റിവിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൂക്കിൻ്റെ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു, ഈ നാടിൻ്റെ വസ്തുവില പൊന്നുവിലയായിരുന്നു. ഇവൻ കാരണം അതിപ്പോൾ പുല്ലുവിലയാണ്. കാരണം ഇവൻ അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ കൊണ്ടിട്ട് മീൻ പിടിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കുക, പള്ളിയിലെ കുമ്പസാര കൂട്ടിനകത്ത് മൈക്ക് വെച്ച് കുമ്പസാര രഹസ്യം നാട് മൊത്തം കേൾപ്പിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് ഫ്ലെക്സ് അടിച്ച് അത് നാട് മൊത്തം പ്രദർശിപ്പിക്കുക. എന്തിനു പറയുന്നു, പോലീസ് സ്റ്റേഷൻ OLX-ലിട്ട് വിൽക്കാൻ വരെ ഈ ലൂക്ക് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് പോലീസ് സ്റ്റേഷൻ OLX-ലിട്ട് വിൽക്കാൻ ശ്രമിച്ചതെന്ന് SI ചോദിച്ചപ്പോൾ ലൂക്ക് പറയുകയാണ്, ഇത്രയും ക്രമസമാധാനം ഇല്ലാത്തൊരു നാട്ടിൽ എന്തിനാണ് ഒരു പോലീസ് സ്റ്റേഷൻ എന്നായിരുന്നു ലൂക്കിൻ്റെ മറുപടി. ഇതും കൂടി കേട്ടപ്പോൾ യവനെ അറസ്റ്റ് ചെയ്യുന്നതിലും ഭേദം ചെക്കോസ്ലാവിയയിലേക്ക് കയറ്റി വിടുന്നതാണ് നല്ലതാണെന്ന് മനസ്സിലാക്കിയ SI അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്ന ലൂക്കിനെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. കാരണം യവനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വിട്ടാൽ മാത്രമല്ലേ യവനെ ഈ നാട്ടിൽ നിന്ന് ചെക്കോസ്ലാവിയയിലേക്ക് കയറ്റിവിടാൻ പറ്റുകയുള്ളൂ. ഇതിനുശേഷം ലൂക്ക് നേരെ പോകുന്നത് തൻ്റെ കാമുകിയെ കാണാൻ വേണ്ടിയാണ്. കാമുകി കിക്ക് ബോക്സിംഗ് പഠിക്കുന്ന സ്ഥലത്തേക്കാണ് ലൂക്ക് കാമുകിയെ കാണാൻ വേണ്ടി പോകുന്നത്. ലൂക്കിനെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഈ കാമുകി. ലൂക്ക് പോകുമ്പോൾ ലൂക്കിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ. കൂട്ടുകാരൻ പറയുന്നുണ്ട്, അളിയ നമ്മൾ സിഗ്മ മെയിലാണ്, സിഗ്മ മെയിലിന് പെണ്ണൊന്നും ശരിയാകില്ല, നീ അവിടെ ചെന്ന് നേരെ അവളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി വരണമെന്നാണ് കൂട്ടുകാരൻ്റെ അഭിപ്രായം. എന്നാൽ ലൂക്ക് നേരെ കാമുകിയുടെ മുന്നിലെത്തിയപ്പോൾ ലൂക്ക് എല്ലാം മറക്കുന്നു. ലൂക്ക് കാമുകിയുടെ മുന്നിൽ നിന്ന് കെഞ്ചുകയാണ് തന്നെ ബ്രേക്കപ്പ് ചെയ്യല്ലേ എന്ന്. കാമുകി അത് കേൾക്കാതാകുമ്പോൾ ലൂക്ക് പറയുകയാണ്, നിനക്ക് ഒരു ബെസ്റ്റി ഇല്ലേടി, അതല്ലേടി നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് കേട്ട കാമുകി ലൂക്കിൻ്റെ മൂക്കിൻ്റെ പാലത്തിലിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് കേരള ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയുള്ള സീനിയർ ഓഫീസർ അവിടെയുള്ള ഒരാളടുത്ത് ചോദിക്കുന്നു, ഒരു ഡെലിവറി അയച്ചിട്ടുണ്ടല്ലോ, അത് എത്തേണ്ടടുത്ത് കൃത്യമായി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം SKക്കാണെന്ന് അയാൾ പറയുന്നു. ഈ SK ആരാണെന്നറിയാമോ? വേറെ ആരുമല്ല, സീരിയൽ കില്ലർ തന്നെയാണ്. ഈ സീരിയൽ കില്ലർ ജോലി ചെയ്യുന്നത് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. സിനിമയിൽ അടുത്ത് നേരെ സീരിയൽ കില്ലറിനെ കാണിക്കുന്നുണ്ട്. സീരിയൽ കില്ലർ ജോലി ആവശ്യമായി ഒരു പ്ലേ സ്കൂളിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്നിരുന്ന് കുട്ടികൾക്ക് ടോമിൻ്റെയും ജെറിയുടെയും കഥയൊക്കെ സീരിയൽ കില്ലർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോം ജെറിയുടെ തലയിൽ ചിറ്റിയിൽ കൊണ്ട് അടിച്ച് രക്തമൊക്കെ തെറിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അതിഭീകരമായി ടോം ആൻഡ് ജെറി കഥ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ വാവിട്ട് കരയാൻ തുടങ്ങുന്നു. കുട്ടികൾ ഇങ്ങനെ വാവിട്ട് കരയുന്നത് കേട്ട അവിടുത്തെ ടീച്ചർ ഈ സീരിയൽ കില്ലറിൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ കഥയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഈ സീരിയൽ കില്ലറിനെ പറഞ്ഞു വിടുന്നു. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ലൂക്കിൻ്റെ കാമുകി ജെസ്സിയെയാണ്. ജെസ്സിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ജെസ്സിയുടെ അച്ഛനും മുത്തശ്ശിയും കൂടി ഒരു സസ്പെൻസ് പാർട്ടി കൊടുക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ജെസ്സിക്ക് ഇത് അറിയാമായിരുന്നു സസ്പെൻസ് പാർട്ടി തരാൻ പോകുകയാണ് എന്ന്. അതുകൊണ്ട് ജെസ്സി മുറിയിൽ അതിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ അങ്ങനെ സസ്പെൻസ് പാർട്ടി കൊടുക്കുന്നു. ഇതിനിടയിൽ ലൂക്കും ജെസ്സിയെ വിളിക്കുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ലൂക്കിൻ്റെ കോളൊന്നും ജെസ്സി അറ്റൻഡ് ചെയ്യുന്നതേയില്ല, മനഃപൂർവ്വം കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ ജെസ്സിയുടെ മുത്തശ്ശി ജെസ്സിക്ക് ഈ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു പെപ്പർ സ്പ്രേ. സീരിയൽ കില്ലർമാരൊക്കെ ഉള്ള നാടല്ലേ, ജെസ്സി ആരെങ്കിലും തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണുമടച്ച് ഇതങ്ങ് പ്രയോഗിക്കാൻ ജെസ്സിയുടെ മുത്തശ്ശി ജെസ്സിക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നു. ജെസ്സിയുടെ വീട്ടിൽ നടക്കുന്ന ഈ ബർത്ത്ഡേ പാർട്ടിയെല്ലാം പുറത്തു നിന്ന് ലൂക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദുഃഖിതനായ ലൂക്ക് കയ്യിലുണ്ടായിരുന്ന ബൊക്കയും തറയിൽ എറിഞ്ഞിട്ട് ദുഃഖിതനായി അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നു. സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു വൃദ്ധാശ്രമമാണ്. അവിടേക്ക് ഒരു മകൻ തൻ്റെ വയസ്സായ അച്ഛനെ കൊണ്ട് ചേർക്കാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു താൻ വിദേശത്തേക്ക് പോവുകയാണ് എന്നും അച്ഛനെ നോക്കാൻ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കൊണ്ട് ആക്കുന്നതെന്നും പറയുന്നു. എന്നാൽ ആ ആശ്രമം നടത്തിപ്പുകാരന് അതത്രയ്ക്കങ്ങ് വിശ്വാസമാകുന്നില്ല. ഈ മകനെ പിന്തുടർന്ന് അയാൾ ചോദിക്കുന്നു എന്താണ് അച്ഛനെ ഇവിടെ കൊണ്ടാക്കിയതെന്ന്. അവസാനം ഗതികെട്ട് ആ മകൻ പറയുന്നു സ്വന്തം മരുമകളുടെ ചന്തിയിൽ കയറി പിടിച്ച അച്ഛനെ പിന്നെ എവിടെ കൊണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഇയാൾ ആ വയസ്സായ ആളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ആശ്രമത്തിലുള്ള സ്ത്രീകളുടെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുകയാണ് ഈ വയസ്സായ ഇയാളുടെ അച്ഛൻ. അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു ഈ വയസ്സായ ആൾ വെറും ഒരു പക്ക കോഴിയാണ് എന്ന്.
ആ മകൻ പോകുന്നതിന് മുമ്പ് ആശ്രമം നടത്തിപ്പുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛന് ആസ്മയുടെ അസുഖം കൂടിയുണ്ട്, അതുകൊണ്ട് വയസ്സായ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ആ മകൻ പോകുന്നത്. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് വേറൊരു വയസ്സായ ആളെയാണ്. അയാൾ വേറൊരു വീട്ടിൽ മരിക്കാൻ കിടക്കുകയാണ്. രാത്രിയിൽ ഈ വയസ്സായ ആളെ എഴിച്ചുപോലും നടക്കാൻ കഴിയില്ല കേട്ടോ ഇയാൾക്ക്. ഇങ്ങനെയുള്ള വയസ്സായ ഈ ആളെ സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ഇയാൾ സീരിയൽ കില്ലറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്ന്. ഞാൻ നിന്റെ കാലിനെന്ന് സീരിയൽ കില്ലർ പറയുന്നു. പിറ്റേ ദിവസം അവിടെയുള്ള നാട്ടുകാർ കാണുന്നത് ഈ വയസ്സായയാളെ ഈ സീരിയൽ കില്ലർ കൊന്ന് വായിൽ പഴവും തിരുമ്മി വെച്ച് ഒരു മരത്തിൻ്റെ മുകളിൽ എടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇതെറിഞ്ഞ പോലീസുകാരും DYSP അജയ് രാമചന്ദ്രനും അവിടേക്ക് എത്തുന്നു. മറ്റു പോലീസുകാർ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജയ് രാമചന്ദ്രൻ തൻ്റെ പട്ടി പക്രുവിനെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ അവിടെയെല്ലാം ഒട്ടിക്കുകയായിരുന്നു. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് സീരിയൽ കില്ലറിനെയാണ്. സീരിയൽ കില്ലർ തൻ്റെ അടുത്ത ഇരയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്നറിയാമോ? ഒരു മകൻ തൻ്റെ വയസ്സായ കോഴിയായ അച്ഛനെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കിയില്ലേ, ആ വയസ്സായ ആളെ തപ്പി അയാളുടെ വീട്ടിലാണ് കില്ലർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ എല്ലാം തിരക്കിയിട്ടും ഈ വയസ്സായ ആളെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ സീരിയൽ കില്ലർ കാണുന്നതോ അയാളുടെ മകനും മകൻ്റെ ഭാര്യയുമായി സല്ലപിക്കുന്നതാണ്. ഇത് കണ്ട് നാണം വന്ന സീരിയൽ കില്ലർ അവിടെ നിന്നും പോകുന്നു. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ആശ്രമത്തിലെ ആ വയസ്സായ ആളെയാണ്. സീരിയൽ കില്ലർ ഇപ്പോൾ കൊല്ലാൻ നോക്കുന്ന ആ വയസ്സായ ആളെ. അയാൾ ആ ആശ്രമ കാമ്പൗണ്ടിനകത്ത് വാക്കിംഗ് നടത്തുകയാണ്. ഇയാൾ വാക്കിംഗ് നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പട്ടിയും കൂടെ നടക്കുന്നുണ്ട്. ഇത് ഏത് പട്ടിയാണെന്നറിയാമോ? DYSP അജയ് രാമചന്ദ്രൻ്റെ കാണാതെ പോയ അതേ പട്ടി തന്നെയാണ്. ഈ പട്ടി എങ്ങനെയോ ഇയാളുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നു. ഇയാൾ ഈ പട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇയാളുടെ കൂടെ തന്നെ ഈ പട്ടി നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ വയസ്സായ ആൾ ആ ആശ്രമത്തിൻ്റെ മതിൽ ചാടി രക്ഷപ്പെടുന്നു. കൂടെ ആ അജയ് രാമചന്ദ്രൻ്റെ പട്ടിയും കൂടെ ചാടുന്നു. ഇയാൾ ഈ പട്ടിയെ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഇയാളുടെ പുറകിൽ നിന്നും ഈ പട്ടി പോകുന്നില്ല. അവസാനം ഒരു വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ടിട്ട് ഇയാൾ നേരെ നടന്നു പോകുന്നു. അടുത്ത് കാണിക്കുന്നത് സീരിയൽ കില്ലർ ഒരു ബാറിനകത്തിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കയ്യിൽ ആശ്രമത്തിൽ നിന്നും മതിൽ ചാടി കടന്നു വന്ന ആ വയസ്സായ ആളുടെ ഫോട്ടോയുമുണ്ട്. ആ ഫോട്ടോയിൽ നോക്കി അയാൾ ഇങ്ങനെ പറയുന്നു, എവിടെ പോകാൻ, ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കയ്യിൽ വന്ന് ചാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ മാറ്റുന്നതും അതായിരിക്കുന്നു തൻ്റെ ഫ്രണ്ടിൽ ആ വയസ്സായ ആൾ. ഈ വയസ്സായ ആൾ വെള്ളമടിക്കാൻ വേണ്ടിയായിരുന്നു ആശ്രമ മതിൽ ചാടിക്കടന്ന് എത്തിയത്. ഈ വയസ്സായ ആളെ കണ്ട ഉടനെ തന്നെ സീരിയൽ കില്ലർ അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഓൺലൈനിലൂടെ വാഴപ്പഴത്തിന് ഓർഡർ ചെയ്യുന്നു. എന്നാൽ ഈ വയസ്സായ ആൾ 2 എണ്ണം അകത്ത് ചെന്നപ്പോഴോ കട്ട അലിമ്പാവുകയാണ്. അയാൾ ബാറിലെ TV എറിഞ്ഞു പൊട്ടിക്കുന്നു. ഉടനെ തന്നെ ബാറിലെ ജീവനക്കാർ വന്ന് വയസ്സായ ആളിനെ നല്ലത് പൊട്ടിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും സീരിയൽ കില്ലർ ഈ വയസ്സായ ആളെ രക്ഷപ്പെടുത്തി ബാറിന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഒരു കടയുടെ മുന്നിൽ ഛർദ്ദിച്ചു വയ്ക്കുന്നു. സീരിയൽ കില്ലറിന് അത് കഴുകി വൃത്തിയാക്കേണ്ട അവസ്ഥ വരുന്നു. എന്നാൽ ഈ സമയം തന്നെ ആ വയസ്സായ ആൾ ഒരു തള്ളലുള്ള ബസ്സിൽ ചാടിക്കയറുന്നു. ഒരു വിധത്തിൽ സീരിയൽ കില്ലറും ആ ബസ്സിൽ കയറി പറ്റുന്നു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് താൻ ഓർഡർ ചെയ്ത വാഴപ്പഴം സീരിയൽ കില്ലറിന് കിട്ടുന്നുണ്ട്. അങ്ങനെ അതുമായി നേരെ ബസ്സിൽ കയറുന്നു. എന്നാൽ ബസ്സിനകത്ത് കയറി ആ വയസ്സായ ആളുണ്ടല്ലോ, അവിടെയും പക്ക അലിമ്പാണ് കേട്ടോ. അവിടെ മൊത്തം വഴക്കമുണ്ടാക്കി, കണ്ടക്ടറിൻ്റെ അടുത്തും വഴക്കമുണ്ടാക്കി. ബസ് ഓടി ബസ്സിനകത്തുള്ള ആളെല്ലാം കുറയുന്നു. ഈ ബസ്സിനകത്ത് നമ്മുടെ ജെസ്സിയുമുണ്ട് കേട്ടോ. ലൂക്കിൻ്റെ കാമുകിയായിരുന്ന ജെസ്സി. ബസ് ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും അതാത് സ്റ്റോപ്പിൽ ആൾക്കാർ ഇറങ്ങി ബസ്സിൽ ഇപ്പോൾ ജെസ്സിയും ആ വയസ്സായ ആളും കണ്ടക്ടറും ഡ്രൈവറും പിന്നെ സീരിയൽ കില്ലറും മാത്രമാകുന്നു. ജെസ്സി ഒരു സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട ആ വയസ്സായ ആൾ ജെസ്സിയുടെ സീറ്റിന് പുറകിൽ വന്നിരുന്ന് ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. ഈ കോഴിയായ കിളവൻ്റെ ശല്യം മൂർച്ഛിച്ചപ്പോൾ ജെസ്സി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നു. ആസ്മയുടെ അസുഖമുണ്ടായിരുന്ന അയാൾ അപ്പോൾ തന്നെ തട്ടിപ്പോകുന്നു. ഇത് കണ്ട ആ ബസ്സിലെ കണ്ടക്ടർ പേടിക്കുന്നു. എന്നാൽ സീരിയൽ കില്ലറോ താൻ കൊല്ലാൻ വച്ചിരുന്ന ആൾ നേരത്തെ മരിച്ചുപോയെന്ന സങ്കടത്തിൽ നിൽക്കുകയാണ്. സീരിയൽ കില്ലർ CPR ഒക്കെ കൊടുക്കുന്നു. എന്നിട്ടും ആ വയസ്സായ ആൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നില്ല. എന്നാൽ ആ ബസ്സിലെ ഡ്രൈവർ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുമായി ഫോണിൽ റൊമാൻസും ചെയ്തും കൊണ്ട് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു. ഇവിടെ ഇങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് കണ്ടക്ടർ പറയുന്നു. ഉടനെ തന്നെ ഡ്രൈവർ ബസ് നിർത്തിയിട്ട് പറയുന്നു, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. എന്നാൽ സീരിയൽ കില്ലർ പറയുന്നു, പോലീസിൽ കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഈ പാവം കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ ബസ്സിലെ ഡ്രൈവറുടെ കല്യാണം അടുത്ത മാസമാണ്. ഡ്രൈവർക്കാണെങ്കിൽ 40 വയസ്സുമുണ്ട്. ഒരുപാട് പെണ്ണ് കാണലൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് ഒരു കല്യാണം ഉറയ്ക്കുന്നതും. ഇതൊക്കെ ആലോചിച്ചപ്പോൾ അയാളും പോലീസിനെ അറിയിക്കുന്ന കാര്യത്തിൽ നിന്നും പിന്മാറുന്നു. പിന്നെ ഈ വയസ്സായ ആളുടെ ബോഡിയെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ സീരിയൽ കില്ലർ പറയുന്നു, ഇയാളുടെ ബോഡിയെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. താൻ എന്തിനാണോ ഇയാളുടെ ബോഡി ഏറ്റെടുക്കുന്നത്
എന്ന് ആ ഡ്രൈവർ ചോദിച്ചപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പുറത്ത് ആണ് ചെയ്യുന്നതെന്നും വെറുതെ തരണ്ട, എനിക്ക് 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അവസാനം കണ്ടക്ടറും ഡ്രൈവറും ജെസ്സി എല്ലാവരും കൂടി കയ്യിലിരിക്കുന്ന കാശൊക്കെ എടുത്തിടുന്നു. പക്ഷേ കിട്ടുന്നത് 6000 ചില്ലുവാനും രൂപ മാത്രമേ ഉള്ളൂ. അതങ്ങ് കൊടുക്കുന്നു. 6000 എങ്കിൽ 6000 എന്ന് പറഞ്ഞ് അയാൾ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. യഥാർത്ഥത്തിൽ സീരിയൽ കില്ലർ ഇയാളുടെ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് ഇയാളുടെ ബോഡിയെ കൊണ്ടുപോയി വായിൽ വാഴപ്പഴം തിരുമ്മി വച്ചതിന് ശേഷം താനാണ് കൊന്നതെന്ന് ഈ ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാവുന്നത്. എന്നാൽ ഈ സമയം പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ സീരിയൽ കില്ലറിൻ്റെ അടുത്ത ടാർഗറ്റ് ആ വൃദ്ധാശ്രമത്തിലുണ്ടായിരുന്ന വയസ്സായ ആളാണ് എന്ന്. അവർ കാര്യം അറിയിക്കാൻ വേണ്ടി ആശ്രമത്തിലെത്തുന്നു. അവിടെ എത്തുമ്പോഴോ ഈ വയസ്സായ ആൾ ആശ്രമത്തിൽ നിന്ന് ചാടിപ്പോയ കാര്യം പറയുന്നു. ആ വയസ്സായ ആളുടെ റൂം പരിശോധിക്കുമ്പോൾ പോലീസുകാർക്ക് അയാൾ കിടന്ന കട്ടിലിൻ്റെ അടിയിൽ നിന്നും കുറേ അശ്ലീല ബുക്കുകളും കുറച്ച് കഞ്ചാവ് പൊതിയും കിട്ടുന്നു. ഇത് മാത്രമല്ല, അവിടെ പരിശോധനയ്ക്ക് വന്ന അജയ് രാമചന്ദ്രന് ഒരു കാര്യം കൂടി മനസ്സിലാകുന്നു. ഈ വയസ്സായ ആൾ അവിടെ നിന്ന് ചാടിപ്പോകുന്ന സമയത്ത് അയാളുടെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട നായ പക്രുവും ഉണ്ടായിരുന്നു എന്ന. ഈ സമയം ആ ബസ്സിൻ്റെ ഓണർ ബസ്സിൻ്റെ ഡ്രൈവറിനെ വിളിക്കുന്നുണ്ട്. ബസ് വഴിയിൽ കിടക്കുന്ന വിവരമറിഞ്ഞ് എന്തിനാണ് ബസ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇട്ടിക്കുന്നത് എന്ന് ഡ്രൈവർ അടുത്ത് ആ ഓണർ ചോദിക്കുന്നു. അപ്പോഴാണ് ബസ്സിനകത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും കില്ലറും എല്ലാം മനസ്സിലാക്കുന്നത് ബസ് ഇപ്പോൾ കിടക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് എന്ന. ബസ്സിന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളാണ്, അതുകൊണ്ടാണ് ബസ് അവിടെ ഇട്ടിരുന്നത് എന്ന് ഓണറിൻ്റെ അടുത്ത് ഡ്രൈവർ ഫോണിലൂടെ പറയുന്നു. ഓണർ പറയുന്നു നാളെ ബന്ദാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബസ്സിനെ ഷെഡിൽ കൊണ്ട് ഒതുക്കാൻ വേണ്ടി പറയുന്നു. ആ ബസ് ഇനി അവിടെ കിടന്നാൽ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയ അവർ ആ ബസ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിടാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഈ ബസ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിടാൻ പോകുന്ന സമയത്ത് ഈ ബസ്സിനെ മറ്റൊരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ലൂക്കായിരുന്നു. ലൂക്കിന് അറിയാമായിരുന്നു ഈ ബസ്സിനകത്ത് ജെസ്സി ഉള്ള കാര്യം. ജെസ്സിയെ കാണാൻ വേണ്ടിയായിരുന്നു ലൂക്ക് ഈ ബസ്സിനെ ഫോളോ ചെയ്തത്. എന്നാൽ ഡ്രൈവർ ബസ് നിർത്തിക്കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ബസ് നിർത്തിക്കഴിഞ്ഞാൽ അപകടമാണ് എന്നുള്ള കാര്യം ഡ്രൈവറിന് മനസ്സിലായി. എന്നാൽ ലൂക്ക് വിടാൻ തയ്യാറായിരുന്നില്ല. ലൂക്ക് ബസ്സിനെ ചേസ് ചെയ്ത് തൻ്റെ ബൈക്കിനെ കുറുകെ വയ്ക്കുന്നു. അങ്ങനെ ഡ്രൈവറിന് ഒരു നിവൃത്തിയുമില്ലാതെ ആ ബസ് നിർത്തേണ്ടി വരുന്നു. ലൂക്ക് ബസ്സിന് പുറത്തു നിന്ന് പറയുന്നു, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്തു പറയുന്നു, ഞാൻ ഗൂഗിൾ പേയിൽ വരെ നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചു, എന്നിട്ടും നീ എനിക്ക് എന്തുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് എന്ന് പറഞ്ഞ് ലൂക്ക് ജെസ്സിയെ ബസ്സിന് പുറത്തിറങ്ങാൻ പറയുന്നു. ജെസ്സി പുറത്തിറങ്ങാൻ തയ്യാറാകുന്നില്ല. ഒടുക്കം ലൂക്ക് ബസ്സിനകത്തേക്ക് കയറുന്നു. അകത്ത് കയറിയ ലൂക്ക് കാണുന്നത് ജെസ്സി ഇരുന്ന് കരയുന്നതാണ്. ജെസ്സിയെ ഈ നിൽക്കുന്ന ആരോ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് ലൂക്ക് അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ അവിടെ നിന്ന് സീരിയൽ കില്ലർ പറയുകയാണ്, ജെസ്സി പെപ്പർ സ്പ്രേ അടിച്ച് ഈ അമ്മാവനെ കൊന്നു എന്ന് പറയുന്നു. അയ്യോ, ജെസ്സിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ലൂക്ക് നിൽക്കുമ്പോൾ കണ്ടക്ടർ പറയുന്നു, കുഴപ്പമില്ല, അയാളുടെ ബോഡിയെ ഈ നിൽക്കുന്ന ആൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ലൂക്ക് ഉടനെ ചോദിക്കുന്നു, ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിച്ചില്ല എന്നും മാത്രമല്ല ഈ ബോഡി ഏറ്റെടുക്കുന്നതിന് അയാൾ 6000 രൂപ വാങ്ങിക്കുന്ന കാര്യവും കണ്ടക്ടർ ലൂക്കിൻ്റെ അടുത്ത് പറയുന്നു. ലൂക്ക് ഉടനെ തന്നെ ആ സീരിയൽ കില്ലറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, സത്യം പറ, നീയല്ലേ സീരിയൽ കില്ലർ? എനിക്ക് എൻ്റെ മുടി കളർ ചെയ്യാൻ തന്നെ 6000 രൂപയാകും, പിന്നെ നിനക്കെങ്ങനെ 6000 രൂപയ്ക്ക് ഈ ബോഡിയെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഇത് കേട്ട ആ സീരിയൽ കില്ലർ ഭയക്കുന്നു, ദൈവമേ, യവൻ എന്നെ കണ്ടുപിടിച്ചോ എന്ന. എന്നാൽ ലൂക്ക് അയാളെ പേടിപ്പിക്കാൻ പറഞ്ഞതായിരുന്നു. ലൂക്ക് തുടരുന്നു, കേട്ടില്ലേ, സീരിയൽ കില്ലർ എന്ന് പറഞ്ഞപ്പോഴേ ഇയാൾ പേടിക്കുന്നു. ഇയാളെ കയ്യിലേക്ക് ഈ ബോഡി കൊടുത്താൽ ഒരിക്കലും ശരിയാകില്ല, വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് ലൂക്ക് പറയുന്നു. ഈ സമയം ലൂക്കിൻ്റെ കണ്ണിൽ ആ ബസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ചരമ പോസ്റ്റർ കാണുന്നു. അന്ന് മരിച്ച ഒരാളുടെ ചരമ പോസ്റ്റർ ആയിരുന്നു അത്. ലൂക്ക് ഉടനെ ഒരു പ്ലാൻ പറയുന്നു, ഈ ബോഡിയെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ഇന്ന് അടക്കം ചെയ്ത അതേ കല്ലറയ്ക്കകത്ത് തന്നെ കൊണ്ടിടാമെന്ന് ലൂക്ക് പറയുന്നു. അങ്ങനെ അവർ അത് സമ്മതിക്കുന്നു. അവരെല്ലാവരും കൂടി നേരെ ബോഡിയുമായി ശ്മശാനത്തിലെത്തുന്നു. അവിടെ എത്തിയ അവർ ഒരു കാഴ്ച കാണുന്നു. ശ്മശാനത്തിൽ വല്ലാത്തൊരു വെട്ടം. അവിടെ അതാ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രേതം. അത് കണ്ട് അവർ വല്ലാതെ പേടിക്കുന്നു. പിന്നീടാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്. അർദ്ധരാത്രിയിൽ അവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അങ്ങനെ അവർ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിംഗ് നടത്തുന്നവർ കാണാതെ ശ്മശാനത്തിൽ ഒളിച്ചിരുന്നു. ഈ ഷൂട്ടിങ്ങുകാർ ശ്മശാനത്ത് നിന്ന് പോയ ഉടനെ തന്നെ ആ പുതിയ കല്ലറ അവർ തുറക്കുന്നു. ആ കല്ലറയ്ക്കകത്ത് ശവമായി കിടന്നിരുന്നത് ആരാണെന്നറിയാമോ? വേറെ ആരുമായിരുന്നില്ല, ടൊവിനോ തോമസ് ആയിരുന്നു കേട്ടോ. ഈ ഒരൊറ്റ രംഗത്തിൽ മാത്രമേ ടൊവിനോ തോമസ് ഈ പടത്തിലുള്ളൂ, അതും ഒരു ശവമായിട്ട്. ഉടനെ തന്നെ ആ അമ്മാവൻ്റെ ബോഡിയെ
അവർ എല്ലാവരും കൂടി ചേർന്ന് ആ ശവക്കല്ലറയ്ക്കകത്തേക്ക് ഇടുകയാണ്. ഈ സമയം അയാളുടെ ഉടുപ്പ് കീറി കണ്ടക്ടറുടെ കയ്യിലേക്ക് വരുന്നു. ബോഡി കല്ലറയ്ക്ക് അകത്തും പോകുന്നു. അപ്പോൾ ആ കണ്ടക്ടർ ഒരു കാഴ്ച കാണുന്നു. ആ അമ്മാവൻ്റെ നെഞ്ചിൽ ഒരു ശംഖടയാളത്തിലുള്ള ഒരു പച്ച കുത്തിയിട്ടുണ്ട്. ഇതേ പച്ച ഈ കണ്ടക്ടറുടെ നെഞ്ചിലും കുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടക്ടറിന് അമ്മയില്ല, അച്ഛനാണ് വളർത്തിയത്. കുട്ടിക്കാലത്ത് ഈ കണ്ടക്ടറും കണ്ടക്ടറിൻ്റെ അച്ഛനും കൂടി ഒരു ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരു കൈനോട്ടക്കാരൻ ഈ കണ്ടക്ടറുടെയും കണ്ടക്ടറുടെ അച്ഛൻ്റെ നെഞ്ചിലും ഒരു ശംഖടയാളത്തിലുള്ള ഒരു പച്ച കുത്തിയിരുന്നു. ഈ ശംഖടയാളത്തിലുള്ള പച്ച എനിക്ക് ദൈവം തോന്നിപ്പിച്ചതാണ് നിങ്ങളുടെ ദേഹത്ത് കുത്താനെന്നും ഇനി ഒരാളുടെ ദേഹത്ത് ഞാൻ കുത്തില്ല എന്നും ഇതിനു മുമ്പ് ആരുടെയും ദേഹത്ത് ഞാൻ ഇങ്ങനൊരു അടയാളം കുത്തിയിട്ടില്ല എന്നും ആ കൈനോട്ടക്കാരൻ പറഞ്ഞിരുന്നു. അതേ ഉത്സവത്തിൽ വച്ച് തന്നെ ഈ കണ്ടക്ടറുടെ അച്ഛനെ കാണാതെയും പോകുന്നുണ്ട്. അന്ന് ആ കൈനോട്ടക്കാരൻ കുത്തിയ അതേ ശംഖടയാളം തന്നെയാണ് കല്ലറയ്ക്കകത്തിട്ട സമയത്ത് ആ അമ്മാവൻ്റെ നെഞ്ചത്ത് ആ കണ്ടക്ടർ കണ്ടത്. കണ്ടക്ടർ ഉടനെ തന്നെ നിലവിളിക്കുന്നു, അച്ഛാ അച്ഛാ എന്ന്. ഇത് തൻ്റെ അച്ഛനാണ് എന്നും ഇയാളുടെ ബോഡി ആ ശവക്കല്ലറയ്ക്കകത്തിടാൻ അയാൾ സമ്മതിക്കുന്നില്ല. തൻ്റെ അച്ഛനെ ആചാരപ്രകാരം എരിക്കണമെന്ന് കണ്ടക്ടർ പറയുന്നു. അവസാനം അവർ ഈ ബോഡിയെ ബസ്സിൽ കയറ്റി ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആചാരപ്രകാരം എരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ബോഡിയെ വീണ്ടും തിരിച്ച് ബസ്സിലേക്ക് കയറ്റുന്നു. ഇങ്ങനെയുള്ള സംഭവമെല്ലാം നടക്കുന്നതിനിടയിൽ ലൂക്കിന് ഈ മരിച്ച ആളുടെ ബോഡിയിൽ നിന്ന് 2 ബീഡി കിട്ടുന്നുണ്ട്. ഈ ബീഡി ലൂക്ക് വലിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൂക്കിൻ്റെ ബോധവും പോകുന്നു. ലൂക്ക് ചുമ്മാ ഇരുന്ന് ചിരിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞ്. തിരിച്ച് ഈ ബോഡി ബസ്സിൽ കയറ്റി വയ്ക്കുന്നത് ലൂക്ക് ഇരുന്ന അതേ സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ലൂക്ക് ഈ ബോഡിയുടെ അടുത്തിരിക്കുകയാണ്. ഉടുപ്പൊന്നും ഇല്ലാതിരിക്കുന്ന അമ്മാവനെ കണ്ട് ലൂക്ക് ഉടനെ തന്നെ തൻ്റെ ജാക്കറ്റ് ഊരി ഈ ബോഡിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിനിമയിൽ മറ്റൊരു സീനിൽ ഈ അമ്മാവനെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കിയ മകനില്ലേ, അയാളും ഈ ആശ്രമത്തിലെ നടത്തിപ്പുകാരനും കൂടി ഈ അമ്മാവനെ തിരക്കി ഇറങ്ങുന്നതാണ്. ഇവർ അമ്മാവൻ എവിടേക്കാണെന്നറിയാമോ തിരക്കി പോകുന്നത്? ഈ ലേഡീസ് ഹോസ്പിറ്റൽ, പെണ്ണുങ്ങളുടെ മൂത്രപ്പുര, പെണ്ണുങ്ങൾ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം പോയി നോക്കുന്നുണ്ട്. അത്രയ്ക്ക് മഹാ കോഴിയാണ് എന്നാണ് ഈ അമ്മാവനെ ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതേ സമയം ബസ്സിനകത്ത് സീരിയൽ കില്ലറിൻ്റെ മൈൻഡ് ആകെ മാറുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ മരിച്ചുപോയ കളവൻ്റെ ബോഡിയെ സ്വന്തമാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവർ ഈ ബോഡിയെ കൊണ്ടുപോയി എരിക്കാൻ പോവുകയാണ്. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. അയാൾ താൻ സീരിയൽ കില്ലർ ആണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ്. ആ ബസ്സിനകത്തുള്ള എല്ലാവരെയും ഈ സീരിയൽ കില്ലർ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നു ഈ മരിച്ചു പോയ ആളുടെ ബോഡി തന്നെ ഏൽപ്പിക്കാൻ. എന്നാൽ ബോധമില്ലാതിരിക്കുന്ന ലൂക്ക് ഉണ്ടല്ലോ, ലൂക്ക് ഈ സീരിയൽ കില്ലറിനെ കളിയാക്കുകയാണ്. ചാവാറായ കിളവന്മാരെ എല്ലാം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന താനൊക്കെ ഒരു സീരിയൽ കില്ലർ ആണോ എന്ന് ലൂക്ക് ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ആ സീരിയൽ കില്ലർ ഒരു ചിറ്റിയിലെടുത്ത് അവരെ ആക്രമിക്കാൻ പോകുമ്പോൾ ബസ് സഡൻ ബ്രേക്ക് ഇടുന്നു. കാരണം വഴിയിൽ ഒരു സ്കൂൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. അവർ കൈ കാണിച്ചത് കൊണ്ടാണ് ഡ്രൈവർ ബസ് നിർത്തിയത്. ഉടനെ തന്നെ ആ വെളിയിൽ നിന്ന കുട്ടികളും അവരുടെ ടീച്ചറും ബസ്സിന് ഉള്ളിലേക്ക് കയറുന്നു. ഇതേത് കുട്ടികളും ടീച്ചറും ആണെന്നറിയാമോ? തുടക്കത്തിൽ ഈ സീരിയൽ കില്ലർ ഒരു പ്ലേ സ്കൂളിൽ പോയി കഥയൊക്കെ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ പ്ലേ സ്കൂളിലെ കുട്ടികളും ടീച്ചറുമാണ് കേട്ടോ ഇത്. ഇവരെ കണ്ട പാടെ തന്നെ ആ സീരിയൽ കില്ലർ ഒന്നും അറിയാത്തതുപോലെ ഒരു സീറ്റിൽ ഒതുങ്ങിയിരിക്കാൻ തുടങ്ങി. ഒരു 4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അവർ പോയതും ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ സീരിയൽ കില്ലർ വീണ്ടും ഇവരെ ഉപദ്രവിക്കാൻ തയ്യാറാവുകയാണ്. ഉടനെ തന്നെ ബസ്സിലെ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചിട്ട് കണ്ടക്ടറിൻ്റെ അടുത്ത് പറയുന്നു ഞാൻ പോലീസുകാരനെ വിളിച്ചു കൊണ്ടുവരാം, നീ സീരിയൽ കില്ലറിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഡ്രൈവർ ചാടി ഇറങ്ങി രക്ഷപ്പെടാൻ തയ്യാറാകുമ്പോൾ അയാൾ ചാടി ഇറങ്ങിയത് പോലീസുകാരുടെ മുന്നിൽ തന്നെയായിരുന്നു. അത് SI ടൈഗർ ആയിരുന്നു. കാര്യമൊന്നും അറിയാത്ത ആ SI ഡ്രൈവറിൻ്റെ അടുത്ത് കാണാതെ പോയ ആ അമ്മാവൻ്റെ ഫോട്ടോ കാണിക്കുന്നു. അമ്മാവൻ ഇപ്പോൾ ബസ്സിനകത്ത് മരിച്ചിരിക്കുന്ന കാര്യം ഈ SI അറിയുന്നില്ല. ഇയാളെ കണ്ടു കിട്ടിയാൽ ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് പറയുന്നു. ഈ സമയം ആ സീരിയൽ കില്ലർ ബസ്സിനകത്ത് ഒളിച്ചിരുന്നു. താഴെ നിന്നും ബസ്സിലേക്ക് നോക്കിയ SI ബസ്സിനകത്തിരിക്കുന്ന ലൂക്കിനെയാണ് കാണുന്നത്. ലൂക്കിൻ്റെ അടുത്ത് SI ചോദിക്കുന്നു നീ ഇതുവരെ ചെക്കോസ്ലാവിയയിലേക്ക് പോയില്ലേടേ? ബസ്സിൽ ആരെങ്കിലും ചെക്കോസ്ലാവിയയിലേക്ക് പോകുമോ എന്ന് ലൂക്ക് തിരിച്ച് കളിയാക്കുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച് SI അവിടെ നിന്നും പോകുന്നു. പോലീസ് പോയ ഉടനെ തന്നെ ജെസ്സി ബസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കണ്ടക്ടറിൻ്റെ അടുത്തും ഡ്രൈവറിൻ്റെ അടുത്തും പറയുന്നു നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിന് ആ സീരിയൽ കില്ലർ അമ്മാവൻ്റെ ബോഡിയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നു. ഇത് കേട്ട ആ ഡ്രൈവർ ആശ്വസിക്കുകയാണ്, ആ മരണം ഒഴിഞ്ഞു പോയല്ലോ എന്ന്. എന്നാൽ കണ്ടക്ടർ കരയുകയാണ്, തൻ്റെ അച്ഛൻ്റെ ബോഡി പോലും തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് കരുതി. ഇതൊക്കെ ഒരു വിധിയാണ് എന്ന് പറഞ്ഞ ഡ്രൈവർ ആ കണ്ടക്ടറിനെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം ബോധം വന്ന ലൂക്ക് ബസ്സിന് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു ഒരു പ്രശ്നമുണ്ട്, അയാൾ കൊണ്ടുപോയ ബോഡിയിൽ എൻ്റെ ജാക്കറ്റുമുണ്ട്.
ഇത് കേട്ട ഡ്രൈവർ പറയുന്നു, ജാക്കറ്റ് പോണെങ്കിൽ പോട്ടറ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കല്യാണ ഡ്രസ്സ് തന്നെ തരാമെന്ന് പറയുന്നു. ലൂക്ക് പറയുന്നു, ഒരു പ്രശ്നമുണ്ട്, ജാക്കറ്റിൽ എൻ്റെ പടം ഒട്ടിച്ചിട്ടുണ്ട് എന്ന്. ഇനി എങ്ങാനും ആ ബോഡി തിരിച്ച് കിട്ടുകയാണെങ്കിൽ പോലീസുകാർ ഞാനാണ് സീരിയൽ കില്ലർ എന്ന് സംശയിക്കുമെന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് ലൂക്ക് പറയുന്നു. ഇത് കേട്ട ജെസ്സിക്ക് ദേഷ്യം വരികയാണ്. ജെസ്സി ലൂക്കിനെ ഒരുപാട് വഴക്ക് പറയുന്നു. നിന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം നാട്ടുകാരുടെ പുറകെ, ഇപ്പോൾ എൻ്റെ പുറകെ. ഇത് കേട്ട് ലൂക്കിന് വല്ലാതെ സങ്കടം വരുന്നു. ഞാൻ ആരെ സഹായിക്കാൻ പോയിരുന്നാലും അവസാനം എനിക്ക് ഇതൊക്കെയാണ് കിട്ടുന്നതെന്ന് ലൂക്ക് ആ കണ്ടക്ടറിൻ്റെ അടുത്തും ഡ്രൈവറിൻ്റെ അടുത്തും പറയുന്നു. ഈ സമയം പോലീസുകാർ ബസ്സിനകത്ത് കുറച്ച് കുട്ടികൾ കയറി യാത്ര ചെയ്തിരുന്നില്ലേ, അതിലൊരു കുട്ടിയെ വഴിയിൽ വെച്ച് കാണുകയും ആ കുട്ടി ഈ ബസ്സിനകത്ത് ലൂക്ക് ഉണ്ടായ കാര്യം ഈ പോലീസുകാർക്ക് അറിയാൻ കഴിയുന്നു. അങ്ങനെ ലൂക്കാണ് സീരിയൽ കില്ലർ എന്ന് വിചാരിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ലൂക്കിൻ്റെ പടം പോസ്റ്റ് ചെയ്യുന്നു. ലൂക്കിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്നും അവർ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. ഈ സമയം ലൂക്കിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് ലൂക്കിൻ്റെ അച്ഛൻ്റെ ഫോൺ കോളായിരുന്നു. ലൂക്കിൻ്റെ അച്ഛൻ ലൂക്കിനെ വിളിക്കുകയാണ്. മകനെ, നീ എവിടെയാണ്? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ആഹാരം കഴിക്കണ്ടേ എന്ന് വളരെ ദുഃഖത്തിലാണ് വിളി. ഇത് കേട്ട ലൂക്കിനും അതിശയമാവുകയാണ്. അച്ഛൻ ഇതുവരെ തന്നെ വിളിച്ചിട്ടില്ല, എന്തു പറ്റിയെന്ന് ലൂക്കും അതിശയിക്കുന്നു. ഈ സമയം ലൂക്കിന് മറ്റൊരു കോൾ വരികയാണ്. അത് ലൂക്കിൻ്റെ സുഹൃത്തായിരുന്നു. ലൂക്കിൻ്റെ പടം വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്ന കാര്യം കൂട്ടുകാരൻ വിളിച്ച് ലൂക്കിനെ അറിയിക്കുന്നു. ലൂക്ക് ഫോൺ നോക്കുമ്പോഴോ കാര്യം ശരി തന്നെ. അപ്പോഴാണ് ലൂക്കിനും കാര്യം മനസ്സിലായത്. തന്നെ അച്ഛൻ വിളിച്ചത് തന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന 10 ലക്ഷത്തിന് വേണ്ടിയാണ് എന്ന. അവസാനം ലൂക്ക് പോലീസിന് പിടികൊടുക്കാൻ തയ്യാറാവുന്നു. കണ്ടക്ടറിൻ്റെ അടുത്തും ഡ്രൈവറിൻ്റെ അടുത്തും ജെസ്സിയുടെ അടുത്തും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പെക്കോളാൻ പറയുന്നു. അവർ അതിന് സമ്മതിക്കുന്നില്ല എങ്കിലും ലൂക്ക് അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. ലൂക്ക് ഇതിനുശേഷം അവിടെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഒരു നായ ലൂക്കിൻ്റെ അടുത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആ നായയെ കാണാനില്ല എന്നൊരു പോസ്റ്ററും ലൂക്കിൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഒരു നമ്പരുമുണ്ട് കേട്ടോ. ആ നമ്പറിലേക്ക് ലൂക്ക് വിളിക്കുന്നു. അപ്പോൾ ട്രൂ കോളറിൽ തെളിയുന്നത് DVSP അജയ് രാമചന്ദ്രൻ എന്നാണ്. ലൂക്ക് വായിക്കുന്നതോ ഡിസ്പ് അജയ് രാമചന്ദ്രൻ എന്നാണ്. ലൂക്ക് പറയുന്നു, നിങ്ങളുടെ നായ ഇവിടെയുണ്ട്, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാമെന്ന്. അവിടെ നിൽക്കാൻ പറയുന്നു. അജയ് രാമചന്ദ്രൻ അങ്ങോട്ട് വരാമെന്നും പറയുന്നു. ഈ സമയം ലൂക്ക് ഒരു കാഴ്ച കാണുകയാണ്. ശ്മശാനത്തിൽ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് ചെയ്തില്ലേ, അവർ റോഡിൻ്റെ നടുക്ക് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ട്രോൺ ഉണ്ട് കേട്ടോ. ആ ട്രോണിലൂടെ ആ റോഡിന് അപ്പുറവശത്തുള്ള കാര്യങ്ങൾ നോക്കാൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കാടിൻ്റെ ഒരു വശത്തു കൂടി സീരിയൽ കില്ലർ മരിച്ചുപോയ അമ്മാവൻ്റെ ശരീരവുമായി പോകുന്നത് കാണുന്നു. ഉടനെ തന്നെ ലൂക്ക് ജെസ്സിയെ വിളിച്ച് ഈ കാര്യം അറിയിക്കുന്നു. ഈ സമയം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നവർ ഈ സ്ഥലം പോരാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കുറച്ചു ദൂരം ചെല്ലുമ്പോഴാണ് സീരിയൽ കില്ലർ ലൂക്കാണ് എന്ന് കരുതി അവർ തിരിച്ചു വരുന്നു. ലൂക്കിനെ അവർ പൊക്കുന്നു. ലൂക്കിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന കാറിൽ തല വെളിയിലിട്ട് ലൂക്ക് രക്ഷിക്കാൻ വേണ്ടി കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ലൂക്കിനെ കൊണ്ടുപോകുന്ന കാറിന് പുറകെ അജയ് രാമചന്ദ്രൻ നായയും ഓടുന്നുണ്ട്. ലൂക്കിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ലൂക്കിൻ്റെ അയൽവാസികൾ കുറച്ച് പേർ കാണുന്നുണ്ട്. ലൂക്കിനെ അവർ ഫോളോ ചെയ്യുന്നു. അവർ വരുന്നത് ലൂക്കിനെ രക്ഷിക്കാനല്ല കേട്ടോ, ലൂക്കിനെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന 10 ലക്ഷത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ ലൂക്കിനെ തട്ടിക്കൊണ്ടുപോയ കാറിനെ തടയുന്നു. ആ ഷൂട്ട് ചെയ്തവരും അയൽവാസികളും തമ്മിൽ ലൂക്കിന് വേണ്ടി അടിയാകുന്നു. ഇതിനിടയിൽ അജയ് രാമചന്ദ്രൻ എത്തുന്നു. അജയ് രാമചന്ദ്രൻ പറയുന്നു, DVSP അജയ് രാമചന്ദ്രൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടുമോ എന്ന് ലൂക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴാണ് ലൂക്കിന് മനസ്സിലാകുന്നത് ഇയാൾ ഡിസ്പ് രാമചന്ദ്രനല്ല, DVSP രാമചന്ദ്രനാണ് എന്ന്. സീരിയൽ കില്ലർ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ലൂക്കിന് മനസ്സിലായല്ലോ. അതുകൊണ്ട് താൻ പിടികൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ള കാര്യം ലൂക്കിന് മനസ്സിലാകുന്നു. ലൂക്ക് അജയ് രാമചന്ദ്രൻ്റെ നായയെ മുന്നിൽ നിർത്തി ലൂക്ക് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ആ സീരിയൽ കില്ലർ മരിച്ചുപോയ അമ്മാവൻ്റെ ബോഡിയുമായി ഇപ്പോൾ ഉള്ളത് ഒരു ചവറ് കൂനയൊക്കെ കിടക്കുന്ന സ്ഥലത്താണ്. അവിടേക്ക് ലൂക്ക് എത്തിച്ചേരുകയാണ്. ഈ സമയം ആ സീരിയൽ കില്ലർ ആ മരിച്ചുപോയ ബോഡിയെ കെട്ടിവെച്ച് മുറിവൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം വായിൽ വാഴപ്പഴം തിരുമ്മി വയ്ക്കാൻ പോകുകയായിരുന്നു. അപ്പോഴാണ് ലൂക്ക് അവിടെ എത്തുന്നതും. ലൂക്ക് കുംഫു സ്റ്റൈലൊക്കെ കാണിച്ചുകൊണ്ട് സീരിയൽ കില്ലറെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ലൂക്ക് അങ്ങനെ സീരിയൽ കില്ലറെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ലൂക്കിനാണ് വേഷം കിട്ടുന്നത്. ലൂക്കിനെ സീരിയൽ കില്ലർ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം ലൂക്കിനെ ഒരു കമ്പിയിൽ കെട്ടി തൂക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. ലൂക്ക് മരണ വക്കിൽ വരെ എത്തുന്നു. ഈ സമയം ലൂക്ക് അയച്ചു കൊടുത്ത ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡ്രൈവറും ജെസ്സിയും കണ്ടക്ടറുമെല്ലാം ബസ്സുമായി അവിടെ എത്തുന്നു. ലൂക്കിനെ കെട്ടിത്തൂക്കി അതേ സ്ഥലത്ത് ബസ് കൊണ്ട് നിർത്തുന്നു. ബസ്സിന് മുകളിൽ കയറി ലൂക്കിനെ ജെസ്സി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൂടിയാകുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ പഴയ പ്രണയം വീണ്ടും ആരംഭിക്കുന്നു. സീരിയൽ കില്ലറിനെ പിടിക്കാൻ പോയ ബസ് കണ്ടക്ടറിനും വേഷ അടി കിട്ടുന്നു. ബസ് ഡ്രൈവർ സീരിയൽ കില്ലറിനെ പിടിക്കാൻ പോകുമ്പോഴോ അയാളുടെ മർമ്മത്തിലിട്ട് ആ സീരിയൽ കില്ലർ ഒരു ചവിട്ട് കൊടുക്കുന്നു. അടുത്ത മാസം എൻ്റെ കല്യാണമാണടാ, നീ അവിടെ തന്നെ ചവിട്ടിയല്ലോടാ ദ്രോഹി എന്ന് ബസ് ഡ്രൈവർ അയാളടുത്ത് ചോദിക്കുന്നു. അടുത്ത് ജെസ്സിയാണ് സീരിയൽ കില്ലറിനെ നേരിടാൻ വേണ്ടി കളത്തിലിറങ്ങുന്നത്. ജെസ്സി ബോക്സിംഗ് പോക്സിൽ നിൽക്കുന്നു. ജെസ്സിയെ സീരിയൽ
കില്ലർ ഒരു കമ്പി കൊണ്ട് അടിക്കുന്നു. അത് ജെസ്സി കൈ കൊണ്ട് പിടിക്കുന്നു. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ജെസ്സി സീരിയൽ കില്ലറിനെ അടിക്കുന്നു. പക്ഷേ സീരിയൽ കില്ലർ കമ്പി കൊണ്ട് തന്നെ ആ അടിയെ തടുക്കുന്നു. ജെസ്സിയുടെ കൈ നല്ല വേദനിക്കുന്നു. ഇതിനുശേഷം സീരിയൽ കില്ലർ ചറ പറയത് ജെസ്സിയുടെ കവാലത്തിൽ അടിപറ്റിക്കുന്നു. ജെസ്സിക്ക് നല്ല രീതിയിൽ കിട്ടുന്നു. ജെസ്സി ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധം പുറത്തെടുക്കുകയാണ്. അത് ഏത് ആയുധമെന്നല്ലേ, വേറൊന്നുമല്ല, അത് പെപ്പർ സ്പ്രേ ആയിരുന്നു. അത് സീരിയൽ കില്ലറിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു. ഇതിൽ സീരിയൽ കില്ലർ വീഴുന്നു. ഇതിനുശേഷം അവർ ആ സീരിയൽ കില്ലറിനെ ഒരു തൂണിൽ കെട്ടിയിടുന്നു. ഇനി നീ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് കാണട്ടെ എന്ന് ഡ്രൈവറും പറയുന്നു. ആ മരിച്ചുപോയ അമ്മാവൻ ബെക്സ് കണ്ടക്ടറിൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ട് അയാളുടെ ചടങ്ങ് നടത്തണമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ദൂരേക്കൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്താമെന്ന് പറയുന്നു. ചവർ കൂനിയിൽ നിന്നും ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള വിറവും മറ്റും ശേഖരിക്കുന്നു. അതിനുശേഷം ഡ്രൈവർ തൻ്റെ കല്യാണത്തിന് ഇടാൻ വച്ചിരുന്ന പുതിയ ഡ്രസ്സ് ആ ബോഡിക്ക് ഇട്ടുകൊടുക്കുന്നു. പിന്നെ ബസ്സിനകത്ത് വച്ചിരുന്ന അഗർബത്തിയും സീരിയൽ കില്ലർ വാങ്ങിച്ചു വെച്ചിരുന്ന പഴവും എല്ലാം വെച്ച് ആചാരപൂർവ്വം തന്നെ അയാളുടെ ബോഡിയെ അവർ ദഹിപ്പിക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കെട്ടിയിട്ടിരുന്ന സീരിയൽ കില്ലർ ഉണ്ടല്ലോ, ഇവരെല്ലാവരും പോയതിനു ശേഷം കെട്ടിനകത്ത് നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്ക് വരികയാണ്. ഇതിനുശേഷം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോഡിയെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിൽ നിന്നും വലിച്ചു പുറത്തെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇയാളുടെ വായിൽ വാഴപ്പഴം തിരുമ്മി വച്ചിട്ടേ അടങ്ങോളൂ എന്നാണ് സീരിയൽ കില്ലറിൻ്റെ ഭാവം. എന്നിട്ട് ആ ബോഡിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ആ ഗേറ്റിൻ്റെ അവിടെ ലൂക്ക്, ജെസ്സി, ഡ്രൈവർ, കണ്ടക്ടർ എല്ലാവരും നിൽക്കുന്നു. കൂടെ പോലീസുകാരും പിന്നെ നാട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. ഇവരാരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ സീരിയൽ കില്ലറിനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു അവർ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നതും. അങ്ങനെ സീരിയൽ കില്ലർ പോലീസിൻ്റെ പിടിയിലാകുന്നു. പിറ്റേ ദിവസം ന്യൂസിലെല്ലാം നമ്മുടെ ലൂക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. ലൂക്ക് സീരിയൽ കില്ലറിനെ പിടിച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ ഡ്രൈവറുടെ കല്യാണവും ഒരു കുഴപ്പവുമില്ലാതെ നടക്കും എന്നുള്ള കാര്യവും സിനിമയിൽ കാണിക്കുന്നു. ഇതിനുശേഷം കണ്ടക്ടറിനെയാണ് കാണിക്കുന്നത്. കണ്ടക്ടർ ഒരു കോവിലിൽ തൊഴുതിട്ടിറങ്ങുമ്പോൾ ആ പഴയ ജോത്സ്യൻ ഒരു സൈഡിലിരുന്ന് എല്ലാവർക്കും നെഞ്ചിൽ ശങ്കടയാളത്തിൽ പച്ച കുത്തിയിട്ട് പറയുന്നു, ഇത് ഞാൻ നിങ്ങൾക്കാണ് ആദ്യമായി കുത്തുന്നതെന്നും ഇതിനു മുമ്പ് വേറൊരാൾക്ക് കുത്തിയിട്ടില്ല എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഒരുപാട് പേർക്ക് അയാൾ ഈ അടയാളം കുത്തി കൊടുത്തു കഴിഞ്ഞു. ഇത് കണ്ട ആ കണ്ടക്ടർ വിചാരിക്കുന്നു, ഇനി ആ അമ്മാവൻ എൻ്റെ അച്ഛനല്ലേ, ആവാതിരിക്കാൻ വഴിയൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടക്ടർ നടന്ന് ദൂരേക്ക് നീങ്ങുമ്പോൾ പടം അവസാനിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.